മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം തന്നെയാണ് നടി റീനു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ റീനു പങ്കുവയ്ക്കുന്ന വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊന്ന് തന്നെയാണ് നടി പങ്കുവച്ചെത്തിയിരിക്കുന്നത്. താരത്തിൻ്റെ പുതിയ സീരിയലിലെ വാർത്തയെക്കുറിച്ചാണ് താരം പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടവും ഒക്കെ തോന്നിയൊരു നിമിഷമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് താരം വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് അറിയില്ല. ടെലിവിഷൻ പ്രേക്ഷകർ വിടാതെ കാണുന്ന പരമ്പരകളിലൊന്നാണ് കുടുംബശ്രീ ശാരദ. അതിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്നാൽ അതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ വൈറലായത് അതിൻ്റെ അഭിനയം തന്നെയാണ്. വിഷ്ണു എന്ന കഥാപാത്രത്തിനെ കുറിച്ച് ഇനിയില്ല എന്നതും അതുപോലെ ഇതൊരു വഴിത്തിരിവാണെന്നതൊക്കെ തന്നെയും നേരത്തെ അറിഞ്ഞിരുന്നു. പ്രഭിൻ ഇറങ്ങുകയാണ്, അതാണ് അതിൻ്റെ പ്രധാന കാരണം. എന്നാൽ അദ്ദേഹം ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അതിലെ കഥാപാത്രമായി മാറിയ റീനു കരഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദനിച്ചു. ഇപ്പോൾ റീനുവിന് അതിനെക്കുറിച്ച് നിരവധി മെസ്സേജുകളാണ് വരുന്നത്. വിഷ്ണു മിസ്സിംഗ് ആയ അന്നു മുതൽ ഇന്ന് വിഷ്ണുവിൻ്റെ മരണം ഉൾക്കൊള്ളാനാവാത്ത ബോധരഹിതയായി വീഴുന്നത് വരെ ഉള്ള ശാലിനിയുടെ അവസ്ഥ മനസ്സിലാക്കും. ശരിക്കും മനസ്സിൽ വിങ്ങലായിരുന്നു. ഓരോ തവണ ഓരോ തെളിവ് കിട്ടുമ്പോഴും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ വിഷ്ണുവേട്ടൻ തിരിച്ചു വരും, എന്നെ വിട്ടു പോവില്ല, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനായി കാത്തിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പിന് ഇത് അവസാനമായി. നീനു ശാലിനി എന്ന ഇമോഷൻസും പ്രേക്ഷകർക്ക് മനസ്സിൽ കൊണ്ട് മിക മനോഹരമാക്കിയത് നീനു തന്നെയാണ്. ഈ ട്രാക്കിംഗ് അഭിനയിക്കാൻ തന്നെ ഒരുപാട് സ്പേസ് കിട്ടിയ ഒരേ ഒരാൾ നീനുവാണ്. ആകെ ഈ ട്രാക്കിലുണ്ടായ ഒരു ഗുണം അതുമാത്രമാണ്. എന്തായാലും KSയോട് ഇന്നത്തോടെ യാത്ര പറഞ്ഞു. കുടുംബശ്രീ ശാരദയോട് യാത്ര പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. ചത്ത കൊച്ചിൻ്റെ ജാതകം ഇനി പരിശോധിച്ചത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. അഭിനയിക്കാൻ പറയുമ്പോൾ എന്തുവാ കാണിക്കുന്നത്? കരയിപ്പിക്കാനായിട്ട്. നിങ്ങളെ കണ്ടുകൊണ്ട സീരിയൽ പോലും കാണാത്ത ഇത് ഞാൻ കാണുന്നു, വെറുതെ ആയിപ്പോയി, വേണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങുകയാണ് നല്ല നല്ല കമൻറ്റുകൾ ഒരുപാടെണ്ണം. അതെല്ലാം തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രമാത്രമാണ് റീനുവിൻ്റെ കഥാപാത്രം അവരെ വിസ്മയിപ്പിച്ചതെന്ന്. ചേച്ചി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു. ചേച്ചി ഞങ്ങളെ കരയിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ തന്നെ നെഞ്ചുവല്ലാതെ പിടയുന്ന പോലെ, നമ്മുടെ വീട്ടിൽ ആർക്കോ വന്ന പോലെ. അഭിനയിക്കുകയാണെന്ന് പോലും ഒരു നിമിഷം ഞാൻ മറന്നുപോയി. അങ്ങനെ കണ്ടവരൊക്കെ തന്നെയും ശാലിനിയുടെ സൂപ്പർ ആക്ടിംഗ് ആണെന്നും സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് കണ്ട് കരഞ്ഞുവെന്നും ശാലിനിയുടെ ആക്ടിംഗ് ഇത്രമാത്രം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും നീനുവിൻ്റെ പക്കൽ ഈ കഥാപാത്രം വളരെയധികം സേഫ് ആണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. പ്രഭിൻ ഈ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങണമെന്നും കഴിഞ്ഞ 1.5 വർഷമായി തന്നെ ചാനലിനോട് പറയുകയായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ പ്രഭിനെ ഇങ്ങനെ തീർക്കുക എന്നല്ലാതെ മറ്റൊരു വഴി അവിടെ ഒന്നും തന്നെ കണ്ടില്ല. അല്ലെങ്കിൽ പ്രഭിൻ്റെ കഥാപാത്രത്തിന് മറ്റൊരാൾ വരണം. അതെല്ലാ പ്രേക്ഷകർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതാണ് ഏക മാർഗമെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.